ഗൈസ് നമ്മൾ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഒരു അടിപൊളി ഐറ്റം എത്തിയിട്ടുണ്ട്. അതിന്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ ഫുൾ ഇരുന്ന് കാണണം കേട്ടോ. കിട്ടലിനായിട്ടാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ റയർ പീസാണ്, എല്ലാവരുടെ അടുത്തും ഇല്ലാത്തൊരു പീസാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഇറക്കിയേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ്. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കുറെ നാളെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം കേട്ടോ. പൊട്ടിക്കാം. അടിപൊളി ഐറ്റം. MST എന്ന് പറഞ്ഞൊരു സാധനം വന്നേക്കുന്നത്. നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്താ സാധനം നിങ്ങൾ കണ്ടോട്ടാ. ഇതാണ് ഐറ്റം. ഇത് നമ്മുടെ ഡ്രിഫ്റ്റ് കാറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഒരു സുബാരു ഇല്ലേ, അത് MST തന്നെ ബ്രാൻഡിന്റെയാണ്. ഇത് BMW എന്ന കിട്ടിലെ വണ്ടിയാണ്. M3 മോഡലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഫുൾ അടിപൊളി ഫംഗ്ഷൻ. MST RMX എന്ന് പറഞ്ഞിട്ട് റിയൽ വീൽ ഡ്രൈവ് വണ്ടിയാണ്ടത്. അത് ഇതിന്റെ ബാക്കി സ്പെക്കൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ എല്ലാം ഞാൻ പറയാം. MST ബ്രാൻഡിന്റെ ഒരു കിടിലൻ ഡ്രിഫ്റ്റ് കാറാണ്. ഇത് 2.5 ആണ്. നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നത് 2 ആണ്. ഇത് കുറച്ചും കൂടി അപ്ഡേറ്റഡ് മോഡലാണ്. ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് നിന്ന് മാറ്റി വെക്കാം. ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ഇതിന്റെ ഓരോ പിക്ചറുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കണം. മോട്ടർ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇത്രയും ഫങ്ഷൻസ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മെയിൻ ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണാൻ പറ്റും. ഒന്ന് പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് അടിപൊളി പ്രൊഡക്റ്റാണ്. അടിപൊളി റെഡി ടു റൺ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കണ്ടോ, ഇത് തിരിയും, നല്ലോണം തിരിയും. നല്ല ഒടിവാണ് ഇതിന്. ഫ്രണ്ടിലെ വീലിന് ഒടിവ് പറഞ്ഞത് ഇങ്ങനെ ശരിക്കും നല്ലോണം തിരിഞ്ഞിങ്ങനെ നിൽക്കും ആ സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിക്കാം എന്തായാലും. എവിടെയാ കത്തി എവിടെയാ? ഇതെങ്ങനെ പൊട്ടിക്കണേന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കേട്ടോ. അതേനാ BMW പിക്ചർ ഇതിനകത്ത് കേട്ടോ. BMW പിക്ചറുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പൊട്ടിക്കുകയാണ്. കളർ ഏതാണെന്ന് നിങ്ങൾ കണ്ടോ? ഇതിങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. കം ക്യാമറ എവിടെയാ? ഇത് മറിഞ്ഞു പോയി. ഇങ്ങനെയല്ല കേട്ടോ ഗൈസ്. ഇതിങ്ങനെ തുറക്കുക, ഇതിങ്ങനെ എടുക്കുക. അതാണ് അതിൻ്റെ ഒരു രസം. അടിപൊളി കിട്ടില്ല സാധനം കേട്ടോ. ഭയങ്കര ലുക്കാണ് ഈ വണ്ടി കാണാൻ. ആഗ്രഹിച്ച് വരുന്ന എടുത്ത വണ്ടിയാണ്ടത്. ഇതിൻ്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതായത് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള നമ്മളിത് ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. എന്തൊക്കെ മോഡിഫിക്കേഷനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതാണ് RRX എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ, ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും, അതിൻ്റെ ബുക്ക്ലെറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ സ്റ്റിക്കറുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രിഫ്റ്റ് കാർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഡി ടു റണ്ണും വരുന്നുണ്ട്. ഇത് ഏകദേശം പെയിന്റഡ് ബോഡിയൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ബോഡി അതിന് തന്നെ അയച്ചു നോക്കാം. ഇതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഉള്ള സാധനങ്ങളാണ്. നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റ്സ്, കുറേ പണിയുണ്ട്. ഇത് റിമോട്ടാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ ബോഡി ഒന്ന് ആദ്യം പൊട്ടിച്ച് നോക്കാം. ബോഡി നല്ല വെറൈറ്റി സാധനമുണ്ട്. M3 ഉണ്ട്. M3 ആണ് പഴയ നമ്മുടെ ഒരു M3 ഇല്ലേ, ആ സാധനം ഉണ്ട്. BMW നല്ല മെറ്റാലിക് പെയിൻ്റാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അടിപൊളി. ഇത് ബിൽഡ് ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. മെറ്റാലിക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഭംഗി തോന്നില്ല. ഇത് ഇനി ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറക്കണം. ഇറക്കി കഴിയുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും, മാസീവ് ലുക്കായിരിക്കും സാധനം കാണാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലെ സാധനങ്ങളെല്ലാം വെക്കണം. ഇതിങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യണം. എന്നാൽ മാത്രമാണ് വണ്ടി പക്ക പെർഫെക്ഷൻ ഡ്രിഫ്റ്റ് കാറാവുള്ളൂ കേട്ടോ. നമുക്ക് റിമോട്ട് ഏത് സംഭവം നോക്കാം. റിമോട്ട് ഇത് പ്രൊഫഷണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. റിമോട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. പ്രൊഫഷണൽ റിമോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. ഇതും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത റിമോട്ടാണ്. ഇത് MSTയുടെ തന്നെ റിമോട്ടാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. 3 ചാനലാണ്. എല്ലാം ഫങ്ഷനിങ് ആണ്. കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇനി അടുത്തതാണ് നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോം വേറെ ആയിട്ടാണ് ഇവർ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ബക്കറ്റ്, അതിൻ്റെ BMW കണ്ട ബക്കറ്റ്സും കാര്യങ്ങളും കണ്ട, ഫ്രണ്ടിലെ ഗ്രില്ല്, അതുപോലെ തന്നെ ലൈറ്റ് ഇതിനകത്താണ് നമ്മൾ കണക്ഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട്. ബാക്ക് ലൈറ്റ് ഒരു ബക്കറ്റിലാണ് കൊടുക്കുന്നത്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ ഉള്ളിൽ വരുന്ന റിഫ്ലക്ടർ കാര്യങ്ങളില്ലേ, അത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ കൊടുക്കണം. അതിന് ഗ്ലാസ് കാര്യങ്ങൾ, പിന്നെ വൈപ്പേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ബിൽഡ് ചെയ്യുന്ന വീഡിയോ വേറെ എടുക്കാം. ഇത് നല്ല ലെങ്തായി പോകും. ഇത് വണ്ടി ഓടിക്കുന്ന സെറ്റപ്പും കാണിച്ചു തരാം കേട്ടോ. വണ്ടി നമ്മൾ ഇവരിപ്പോൾ തന്നെ ഇത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ഒടിവ് കിട്ടും. വണ്ടി പൊക്കിയെടുക്കാം. ടയറൊക്കെ സെപ്പറേറ്റ് ഊരി വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ടയർ കേട്ടോ. ഇതിന് ഡ്രിഫ്റ്റ് കാറിന് എപ്പോഴും നമ്മുടെ വീൽസിന് ഇതുപോലെ ഗ്രിപ്പ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് തെന്നി ടറയിൽ തെന്നി നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് മോനെ എൻ്റെ പ്ലാറ്റ്ഫോം. ഒന്നുമില്ല വണ്ടി, പക്ഷെ വണ്ടിക്ക് നല്ലൊരു പ്രൈസ് ഉണ്ട് കേട്ടോ. ഏകദേശം വില 55,000 60,000 രൂപ അടുത്ത് ഈ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഓക്കെ, അതോടെ തന്നെ ഇതിനകത്ത് ഗെയറോ സിസ്റ്റം ഉണ്ട്. MSTയുടെ തന്നെ ഗെയറോ സിസ്റ്റം ഉണ്ട്. അതായത് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിലേക്ക് ബാലൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ഗെയറോ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇത് റിസീവറാണ്. എല്ലാം പുറത്താണ് വെച്ചേക്കണേ. ബാക്കിലാണ് ഇതിൻ്റെ ESC വരുന്നത് കേട്ടോ. സ്പീഡ് കൺട്രോൾ വരുന്നത് ബാക്കിലാണ്. പിന്നെ ഷോക്കൊക്കെ പക്ക ഓയിൽ ഷോക്ക് തന്നെയാണ് കേട്ടോ. അത് എല്ലാം വർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ പക്ക പ്രൊഫഷണൽ സാധനം പറഞ്ഞുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്കിൻ്റെ ഇത് കാണിച്ചോട്ടോ. ഡിസ്കിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇത്രയും ഒടിവ് കിട്ടും കേട്ടോ. തിരിയണണ്ട, ടയർ തിരിയണണ്ട, ഇത്രയും ഒടിയും അത്രയും ഒടിവ് ഇതിനകത്ത് കിട്ടും. പിന്നെ അടി ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ കാർബൺ ഫൈബറൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇറക്കിയേക്കണാണ്. ഫ്രണ്ടിൽ ഈ സാധനമൊക്കെ നമ്മൾ ഇത് ബോഡി ഇറക്കി വെക്കാനുള്ള സെറ്റപ്പാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബോഡി നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് ബോഡിയൊക്കെ വരുന്നത്. വണ്ടിയുടെ ബോഡിയൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് മാഗ്നറ്റ് ഫിറ്റ് ചെയ്യണ സെറ്റപ്പ് ചെയ്യണം. ഇത് ഏകദേശം മോട്ടർ വരുന്നത് 2500 kV XBLൻ്റെ മോട്ടറാണ് വരുന്നത് കേട്ടോ. MSTയുടെ തന്നെ മോട്ടറാണ്. MSTയുടെ തന്നെ 2500 kV മോട്ടറാണ് തന്നെ. ഹൈ പെർഫോമൻസ് തരുന്ന മോട്ടറാണ് കേട്ടോ. ഡ്രിഫ്റ്റ് ഇതിൻ്റെ ഇത് ബാക്കിൽ ലോക്ക് പോലെ സിസ്റ്റമാണ് വർക്ക് ചെയ്യണേ. ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഡിഫറൻഷ്യൽ ഭയങ്കര ടൈറ്റാണ്. ഫ്രണ്ട് വീലില്ല, ഇത് 2 wheel ഡ്രൈവ് ആണ്. 2 wheel ഡ്രൈവ് ആകുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് വണ്ടി തിരിഞ്ഞു വരും. അടിപൊളിയായിട്ടാണ്. നമ്മുടെ മറ്റേ കാറൊക്കെ ഫ്രണ്ട് വീലാണ്, പക്ഷേ ഇത് 2 wheel ഡ്രൈവ് ആണ്. 2 wheel ഡ്രൈവ് ആകുമ്പോൾ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടുതലാണ്. പക്ഷെ കുറച്ച് ബാലൻസ് ചെയ്ത് എടുക്കണം. അങ്ങനെ വന്നെ എന്നാലാണ് ഇത് അടിപൊളിയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടയറൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കാണാം. ഓക്കെ, ഇതാണ് ഫ്രണ്ടിലെ ഗ്രില്ല് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ്, വൈപ്പർ എല്ലാം കൂടി ഒറ്റ സെറ്റായിട്ടാണ് ഇങ്ങനെ വരുന്നത്. വേണ്ട, ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ. അപ്പോൾ അതുകൂടിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഭയങ്കര ഭംഗിയാവുള്ളൂ. എന്നാലാണ് അടിപൊളിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ബക്കറ്റ് ഉണ്ടോ, ഈ ബക്കറ്റും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. എന്നാലാണ് ലൈറ്റ് കത്തുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പോലെ ഫീൽ ചെയ്യും ഈ ഫ്രണ്ടിൽ. ഇതും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാവും. നമ്മൾ ടയറൊക്കെ ഫിറ്റ് ചെയ്തു. ഇതാണ്ട് ഇതിൻ്റെ ഒടിവ് വരുന്നത്. ഇത്രയും തിരിവ് വരുന്നുണ്ട്. ഇത്രയും നല്ലോണം തിരിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഇനി ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്തായാലും റണ്ണിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, മറക്കാണ്ട് കാണണേ. കിട്ടുന്ന സാധനമൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇത് ഫുള്ള് ഇരുന്ന് ഫിറ്റ് ചെയ്യണം. നല്ല പണിയുണ്ട്, വെറുതെ പറ്റില്ല. ഈ സാധനം സാധാരണ റെഡി ടു റൺ വരാന്ന് വെച്ചാൽ നമുക്ക് വെറുതെ ബാറ്ററി ഇട്ടാൽ ഓടിച്ചാൽ മതി. പക്ഷേ ഇത് നടക്കൂല. ഇത് ഫുൾ സാധനം ഫങ്ഷനാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you again.